ഹലോ, +1 മാത്സ് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സബ്സെറ്റ് അല്ലെങ്കിൽ ഉപഗണം. എന്താണ് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 2 തരം ഉപഗണങ്ങളെയാണ് പറയുന്നത്. ഒന്ന് ഉപഗണം സിമ്പിളായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഉപഗണം അല്ലെങ്കിൽ തുല്യം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. 2 പോയിന്റിലായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, എ ബിയുടെ ഉപഗണം മാത്രമാകാം. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇഫ് സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എ ഈസ് എ പാർട്ട് ഓഫ് സെറ്റ് ബി. അതായത് ഇഫ് സ്മോൾ എ ബിലോങ്സ് ടു എ ആൻഡ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, then small a will be naturally a element of B. അതായത് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഒരുപാട് സിമ്പിളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ബൈ ഡെഫിനിഷൻ ക്യാപിറ്റൽ എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ, ഉപഗണം ആകണമെങ്കിൽ, ക്യാപിറ്റൽ എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതാണ് ഈ താഴെ എഴുതിയിരിക്കുന്ന ഇഫ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ എ വെച്ച് എഴുതിയിരിക്കുന്ന റെപ്രസെൻറ്റേഷനും അത് തന്നെയാണ്. ആ റെപ്രസെൻറ്റേഷനിൽ പറയുന്നത് സ്മോൾ എ, അതിനുശേഷം ഒരു എപ്സിലോൺ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷനും അങ്ങനെ തന്നെയാണ്, മാത്തമാറ്റിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ഡെഫിനിഷനും അങ്ങനെയാണ്. ഈ എപ്സിലോൺ കാണിക്കുന്നത് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. അതായത് സ്മോൾ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു അംഗമാണ്. അത് കൂടാതെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ നിർബന്ധമായും സ്മോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം. അത് ഏത് എലമെൻ്റ് ആയാലും മതി. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. സി സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഡി എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ള ഉപഗണം എന്നുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് സാധിക്കുന്നത്. അതിലൊരു അഡീഷണൽ പോയിൻ്റ് കൂടി വരുന്നുണ്ട്. സിക്ക് ഡി തുല്യമായുള്ള ഒരു സെറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച ഈക്വൽ സെറ്റ്, അതായത് തുല്യ ഗണം ആവുകയും ചെയ്യാം എന്നുള്ള ഒരു ഈക്വൽ ടുവിൻ്റെ ഒരു വര ആണ് ഈ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടുവരുന്നു, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എല്ലാം ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താനും പറ്റും. മാത്രമല്ല എൻ്റെ ചാനലിൽ നല്ല റെസ്പോൺസും കിട്ടും. താങ്ക് യു ആൾ.